അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്ത് ടേം ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഇനി അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേമുകളുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്ന് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു സീക്വൻസിൽ എത്ര ടേമുകളുണ്ട്? ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇവിടെ 100 എന്നൊരു ടേം ഉണ്ട്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 100 ആണ്. 100 വരെ ഉണ്ട് ആ ഒരു സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ എത്ര ടേമുകളുണ്ട്? എപ്പോഴും ശ്രദ്ധിക്കുക, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ. ലാസ്റ്റ് ടേമാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? എക്സനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എക്സൻ ഇസ് ഈക്വൽ ടു, ഇവിടെ ലാസ്റ്റ് ടേം എത്രയാണ്? 100 ആണ്. ഇസ് ഈക്വൽ ടു 100. ഈ ഒരു സീക്വൻസിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? x1 ആൻഡ് d. ഫസ്റ്റ് ടേം എന്താ? 4 അല്ലേ? കോമൺ ഡിഫറൻസ് എത്ര വെച്ച് ആഡ് ചെയ്ത് പോകുന്നത്? 3 വെച്ചിട്ടല്ലേ? അപ്പോൾ x1ഉം ഡിയും ഉണ്ട്. അത് രണ്ടും എഴുതി. x1 4 ആണ്, കോമൺ ഡിഫറൻസ് 3 വെച്ചാണ് ആഡ് ചെയ്ത് പോകുന്നത്. എക്സിനെ നമ്മൾ എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്? 100 വെച്ചിട്ട്. എക്സിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, എന്താണ്? x1 പ്ലസ് n-1 ഇൻറ്റു ഡി. x1ഉം ഡിയും അറിയാം. എക്സൻ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? 100 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ്, എക്സിന് 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ x1ന് 4, കോമൺ ഡിഫറൻസിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 100 ഇസ് ഈക്വൽ ടു 3n + 1 എന്ന് വരും. നേരത്തെ നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ സോൾവ് ചെയ്ത കണക്ക് തന്നെയാണ്. അതിൽ സോൾവ് ചെയ്യുമ്പോൾ 3n + 1 ഇസ് ഈക്വൽ ടു 100 അല്ലേ? ഈ +1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -1 ആവും. അപ്പോൾ 3n ഇസ് ഈക്വൽ ടു 99. അപ്പോൾ n എന്തായിരിക്കും? n ഇസ് ഈക്വൽ ടു 99/3. ദാറ്റ് ഈസ് 33. അപ്പോൾ എത്ര ടേംസ് ഉണ്ട് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ? 33 ടേംസ് ഉണ്ട്. ആ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ലാസ്റ്റ് ടേം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു സീക്വൻസിൻ്റെ ലാസ്റ്റ് ടേം, ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ വിച്ച് ടേം ഓഫ് ദിസ് സീക്വൻസ് ഇസ് 46? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ടേം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം കൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഒരു ടേം എത്രാമതാണ്, ഒരു ടേമിൻ്റെ പൊസിഷനും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് ടേമിൻ്റെ ആണോ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സെന്നിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് ബി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ 46 ആ ഒരു സീക്വൻസിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന നമ്പറിനെ എക്സനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നേരത്തെ ആ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എത്രയാണ്? x1 4ഉം കോമൺ ഡിഫറൻസ് 3ഉം ആണ്. സോ 46 ഇസ് ഈക്വൽ ടു x1ന് 4ഉം കോമൺ ഡിഫറൻസ് 3ഉം കൊടുത്തു. n മാത്രമേ ഉള്ളൂ അവിടെ അൺനോൺ ആയിട്ട് വരുന്നത്. സോൾവ് ചെയ്യുമ്പോൾ 4 + n × 3 3n, -1 × 3 -3, ദാറ്റ് ഈസ് 3n + 4 -3. 4 - 3 1. അപ്പോൾ 3n + 1 എന്ന് വരും. അതായത് 3n + 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? 46ന് ഈക്വലാ. അപ്പോൾ 3n എന്തായിരിക്കും? 46 - 1 അല്ലേ? ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. അപ്പം 45. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 45/3 ആയിരിക്കും. ആൻസർ 15. എന്ന് വെച്ചാൽ 46 എന്ന് പറയുന്നത് 15th ടേമാണ്. അപ്പം എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചാലും കണ്ടുപിടിക്കുന്നത് ഈ nth ടേം വെച്ചിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? എക്സെന്നിലോട്ട് ആ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് നമ്പറും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ആ നമ്പർ എത്രാമത്തെ പൊസിഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും nth ടേം ഉപയോഗിച്ച്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈസ് 101 a term of the arithmetic sequence 13, 24, 35? 101 ടേം ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്.
നേരത്തെ 46 എന്ന് പറയുന്ന ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എത്രാമത്തെ ടേം എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ആണോ അല്ലയോ നമുക്ക് കൺഫേം ചെയ്യണം ആ ഒരു ടേം ആ ഒരു സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൻ്റെ സ്റ്റെപ്പും നേരത്തെ കണക്ക് തന്നെയാണ്. നമ്മൾ XNന് 101 തന്നിരിക്കുന്ന നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു സീക്വൻസ് ആണല്ലോ, ഫസ്റ്റ് ടേം 13 ആണ്, എത്ര വെച്ച് ആഡ് ചെയ്ത് പോകുന്നത് 11 ആണ്. 24 - 13 ചെയ്താൽ പോരെ, 11 കിട്ടും. അതാണ് കോമൺ ഡിഫറൻസ്. അപ്പം 13ഉം 11ഉം ഉണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും n എന്ന് പറയുന്നത് 11 = 99 വരും. n എന്ന് പറയുന്നത് 9 കിട്ടും. ഓക്കെ, അപ്പം 9 കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാം 101 എന്ന് പറയുന്നത് 9th ടേമാണ്. സോ 101 ഈ ഒരു സീക്വൻസിലുള്ള ടേമാണ്. അഥവാ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ yes or no ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ടേം ആണോ അല്ലയോ എന്നൊരു yes or no ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണം n കിട്ടുന്നുണ്ടോ. n കിട്ടുന്നൊരു ഹോൾ നമ്പർ ആണെങ്കിൽ അത് ആ ഒരു സീക്വൻസിൽ ഉള്ള ടേമാണ്. അല്ല ഫ്രാക്ഷൻ ഡെസിമലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഫ്രാക്ഷൻ പിന്നെന്താണ് ഡെസിമൽ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഒരു സീക്വൻസിൽ ഇല്ലാത്ത ടേം ആയിരിക്കും അത്. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, 1001 ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ആ ടേമിനെ നമ്മൾ XNലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. XN = 1001 ആൻഡ് x1 13 ആണ്, d 11 ആണ്. ചെയ്തു പോകുമ്പോഴത്തേക്കും ആൻസർ എന്താ വരുന്നത്, 999/11 എന്ന് വരും. 999/11 ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഡെസിമൽ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം, 1001 is not a term in this sequence. അപ്പോൾ yes or no ക്വസ്റ്റ്യൻ ടേം ആണോ അല്ലയോ എന്ന് ചോദിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക, XNൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. n ഹോൾ നമ്പർ ആണ് വരുന്നതെങ്കിൽ എന്താണ് യെസ്, അല്ല ഡെസിമലൊക്കെയാണ് വരുന്നതെങ്കിൽ നോ, ആ സീക്വൻസിലുള്ളത് അല്ല. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ there which leave a remainder 3 on division by 7. 3-digit നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും, 100 തൊട്ട് 999 വരെ ആയിരിക്കും. പക്ഷെ ചോദിച്ചിരിക്കുന്നത് 100 തൊട്ട് 999 വരെയുള്ള കാര്യമല്ല. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആദ്യം 100 ചെയ്ത് നോക്കുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 3 റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, 100 ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 101 വെച്ച് 3 ഡിവൈഡ് ചെയ്ത് നോക്കാം, എപ്പോഴാണോ വരുന്നതെന്ന് നോക്കാം. ഇപ്പം 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് എന്ത് കിട്ടും, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 ആണ് റിമൈൻഡർ വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ടേം ആയിട്ട് എന്ത് തന്നെ എടുക്കും, 100 എടുക്കും. ഇനി സെക്കൻഡ് ടേം നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്, ഓൺ ഡിവിഷൻ ബൈ 7 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, കോമൺ ഡിഫറൻസ് ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ തന്നെ ആയിരിക്കും. അതാണൊരു ക്ലൂ, അതങ്ങനെ തന്നെ ആയിരിക്കും. അഥവാ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ എന്തോ അടുത്ത ടേം കണ്ടുപിടിക്കാം. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരുന്ന 100 കഴിഞ്ഞുള്ള ടേം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് 7 ആയിരിക്കും കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. x1ഉം ഡിയും കിട്ടി. ഇനി നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് എന്തും കൂടെ വേണം, ലാസ്റ്റ് ടേം ഞാൻ ആദ്യം പറയുന്നത്, ലാസ്റ്റ് ടേം x1 d ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ x1ഉം ഡിയും കിട്ടി. ഇനി ലാസ്റ്റ് ടേം കിട്ടണം. അപ്പം 999 വരാണല്ലോ 3-digit നമ്പർ ഉള്ളതെന്നല്ലേ ഞാൻ പറഞ്ഞത്, 100 തൊട്ട് 999 വരെ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 999 എന്ത് ചെയ്യണം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം, 3 റിമൈൻഡർ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 998 ചെയ്യുക, ഇല്ലെങ്കിൽ 997 ചെയ്യുക. ഇവിടെ 997 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ടേം XN ആയിട്ട് എന്തെടുക്കുന്നത്, 997 എടുക്കുന്നത്. ലാസ്റ്റ് ടേം എത്രാമത്തെ ടേം ആണോ അത്രയും ടേമുകളല്ലേ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ കാണത്തുള്ളൂ. സോ നമുക്ക് ഈ 997 എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അതിനെന്ത് ചെയ്യണം, XNലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. XN എന്ന് പറയുന്നത് എത്രയാണ്, ലാസ്റ്റ് ടേം 997 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ടേം 100 ആണ്, കോമൺ ഡിഫറൻസ് 7 ആണ്. അതിൽ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് 7n = 904 കിട്ടും. ദെൻ n = 129 എന്ന് കിട്ടും. അപ്പം ഇവിടെ 3-digit നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന 129 ടേംസ് ആയിരിക്കും ഉണ്ടാകുന്നത്.